ശബരിമലയിലെ മിൽമ നെയ് ക്രമക്കേട് സംബന്ധിച്ച് സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തട്ടിപ്പിൽ PS പ്രശാന്ത് അടക്കമുള്ളവരുടെ പങ്കും അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിക്കും. കേസെടുത്ത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞയാഴ്ച കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമല മിൽമ നെയ്യ് ക്രമക്കേട് സംബന്ധിച്ച് സ്വമേധയെടുത്ത ഹർജിയിലാണ് പ്രത്യേക സംഘം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച വിവരം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും. നെയ്യ് വാങ്ങൽ ഇടപാടുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗം അജികുമാർ എന്നിവരുടെ പങ്കും അന്വേഷണത്തിന്റെ പുരോഗതിയും SIT ഹൈക്കോടതിയെ ധരിപ്പിക്കും. 1 മാസത്തിനകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്ന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന്റെ തലവനായി വിജിലൻസ് SP MJ സോജനെ ഹൈക്കോടതി നേരത്തെ നിയോഗിച്ചിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെൻഡർ നടപടികൾ റദ്ദാക്കി ലിറ്ററിന് 510 രൂപ എന്ന ഉയർന്ന വിലയിൽ മിൽമയ്ക്ക് കരാർ നൽകിയത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശത്തെ 2025 ഏപ്രിൽ 3 നൽകിയ കത്തിലൂടെ ദേവസ്വം കമ്മീഷണർ എതിർത്തെങ്കിലും PS പ്രശാന്തിന്റെ ഭരണസമിതി കരാർ മിൽമയ്ക്ക് നൽകിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ജനം, കൊച്ചി.